നമ്മളിതിനെ ഇനോഗ്രൽ ആലോചിക്കുമ്പോൾ 2013 ഇന്ത്യൻ സിനിമയുടെ 100 വർഷം വരുന്നു, സൈലന്റ് ഈറയുടെ 70 വർഷം. അപ്പോൾ അങ്ങനെ ഒരു കോൺസെപ്റ്റ് വെച്ചിട്ടാണെങ്കിൽ ഇത് ലണ്ടൻ ഫിലിം ഫെസ്റ്റിവലിൽ ഈ സിനിമ റിസ്റ്റോർ ചെയ്തത് ബിഗ് 5 ബ്രിട്ടീഷ് ഫിലിം ഇൻസ്റ്റിറ്റ്യൂട്ട് റിസ്റ്റോർ ചെയ്തത്. അതിന് 2000 ബിഗിനിങ്ങിൽ ഏറ്റവും കൂടുതൽ ശ്രദ്ധിക്കപ്പെട്ട ഒരു മ്യൂസിഷ്യനാണ് കിഞ്ച്. സോ കിഞ്ചിങ്ങിന് അദ്ദേഹത്തിൻ്റെ കോമ്പസിഷൻ അതിനോട് ചെയ്യുന്നതെന്ന് പറഞ്ഞതിൻ്റെ ഒരു ഇൻട്രസ്റ്റ് ആയിരുന്നു ആക്ച്വലി ഈ ഫെസ്റ്റിവൽ വരാനുള്ള റീസൺ. ഇത് ബീനയും പ്രിയദർശനവും ഒക്കെ ആയിട്ട് ഷെയർ ചെയ്യും. അപ്പോൾ പെട്ടെന്നുണ്ടായിരുന്ന അതിൻ്റെ ഒരു ക്യാച്ച്, അതായത് പണ്ട് സിനിമ ഇങ്ങനെ ആയിരുന്നു എന്നുള്ള ഒരു ഓർമ്മ പുതുക്കൽ എന്നുള്ളതായിരുന്നു സാധിക്കുന്നത്. അതിൽ ഇവരത് എഗ്രി ചെയ്യും. ഇവർ രണ്ടാമത്തെ പെർഫോമൻസാണ്. പക്ഷേ ഇന്നലത്തെ പെർഫോമൻസ് ഉണ്ടായിരുന്ന അവരുടെ ചലഞ്ച് ഇതൊരു 35 mm പ്രിൻറ്റിൻ്റെ കണ്ടുകൊണ്ട് വായിക്കുകയാണ്. നേരെ മറിച്ച് അവർ DFI ലെവൽ ചെയ്തത് ടൈം കോഡ് ബേസ് ചെയ്തിട്ടാണ് അവർ വായിക്കുന്നത്. ദേ ആർ നോട്ട് ആക്ച്വലി വ്യൂയിങ് ദ ഫിലിം, ദേ ജസ്റ്റ് ലുക്കിംഗ് അറ്റ് ദ ടൈം കോഡ് ആൻഡ് പ്ലേ. ഇന്നലെ അവരുടെ എക്സ്പീരിയൻസ് എന്ന് പറയുന്നത് അവർ ജീവിതത്തിലെ ഏറ്റവും വലിയ ചാലഞ്ചായിരുന്നു. ദേ ഡസ് എനി റെഫറൻസ്, ഓൺലി ദ പിക്ചർ. അപ്പം ആ ആൾക്കാരുടെ പെർഫോമൻസും ഷോട്ടുകളുടെ മാറ്റവും അല്ലെങ്കിൽ സീനുകളുടെ മാറ്റവും കണ്ടുകൊണ്ട് വായിക്കുക എന്നുള്ളത് അവരെ സംബന്ധിച്ചിട്ടുണ്ട് അവരുടെ ലൈഫിൽ ആദ്യത്തെ എക്സ്പീരിയൻസ്. ദാറ്റ് വാസ് ഈ ഹോൾ എക്സൈറ്റ്മെൻറ്റ്. അതിൻ്റെ ഒരു എക്സൈറ്റ്മെൻറ്റാണ് സത്യം ഒരു സക്സസ് സ്റ്റോറി എന്ന് പറഞ്ഞതിൻ്റെ. കാരണം അവരെ സംബന്ധിച്ചും ഇത് ആദ്യമായി ചെയ്യുന്നത് എനിക്ക് തോന്നുന്നത് ഒരു സിനിമ ആസ് ഒരു എൻസംബിളാണ്. അതിൻ്റെയും കൂടെ ഒരു എൻസംബിൾ എന്നുള്ളത് ഇതിൽ ഏറ്റവും ഭയങ്കര പ്രൂഫാണ്. ഇത്രയും മ്യൂസിഷ്യൻസും അവർ ആ സിനിമയ്ക്ക് കൊടുത്ത ഇൻ്റർപ്രിട്ടേഷൻ, അതായത് ഡയറക്ടർ ഈസ് നോ മോർ. അദ്ദേഹം ആലോചിക്കാത്ത, അദ്ദേഹം മനസ്സിൽ കാണാത്ത തരം ഒരു മ്യൂസിക് ആ സിനിമയ്ക്ക് കൊടുത്ത് ആ സിനിമയ്ക്ക് കൂടുതൽ ഒരു സപ്പോർട്ട് സിസ്റ്റമായി ആ മ്യൂസിക്കിന് അതിൻ്റെ പ്രോഡക്റ്റിന് കഴിഞ്ഞു എന്നുള്ളതാണ് ഞങ്ങൾക്ക് സക്സസ് ആയിട്ട് എനിക്ക് തോന്നുന്നത്. അതുകൊണ്ട് തന്നെയാണ് ഇതിലെ ആൾക്കാർ അത്ഭുതത്തോടെ ഇത് കണ്ടുകൊണ്ടിരിക്കാനുള്ള കാരണം. ഒരു ക്രിയേറ്റിവിറ്റി, ഒരു സ്പോണ്ടേനിയസ് ആയിട്ടുള്ള ഒരു ക്രിയേറ്റിവിറ്റിയുടെ ഒരു സുഖം മ്യൂസിക്കും സിനിമയും നമ്മൾ ഒരുമിച്ച് കണ്ടുകൊണ്ടിരിക്കുന്നതാണ്. എനിക്ക് തോന്നുന്നത് ഓഡിയൻസിനെ സംബന്ധിച്ച് ഇങ്ങനെയും സിനിമ പണ്ട് പ്രദർശിപ്പിച്ചിരുന്നുള്ള ഒരു അത് മറികടന്നിട്ട് വേറൊരു എക്സ്പീരിയൻസിലേക്ക് വരുന്നത്. അതാണ് അതിൻ്റെ സക്സസ്. തീർച്ചയായിട്ടും നമുക്കിനിയിപ്പോൾ ഇങ്ങനെ ഒരു ഓപ്പണിംഗ് സെറമണി ആയതുകൊണ്ട് തന്നെ തീർച്ചയായും നമ്മുടെ ഒരു ഇന്ത്യൻ ആർട്ട് കൾച്ചർ ഷോക്കേസ് ചെയ്യുന്നത് ഒരു ഫെസ്റ്റിവലിൻ്റെ ഒരു പുറത്തുനിന്ന് വരുന്ന ആൾക്കാരെ സംബന്ധിച്ച് നമ്മളെ റെപ്രസെൻറ്റ് ചെയ്യാൻ കൂടെ നമുക്കുള്ള ഒരു ബാധ്യതയുണ്ട്. അപ്പം ഇത് ഇന്ത്യ റെപ്രസെൻറ്റ് ചെയ്യുന്ന ഈ സംഗതിയിലേക്കായിരിക്കും ഈ ഫിനാലെ ഉദ്ദേശിക്കുന്നത്.